പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ നല്ലൊരു പ്രഭാതത്തിലേക്ക് ഞായറാഴ്ച കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി വലിയ മഴയൊക്കെയാണ്, എല്ലായിടത്തും കർത്താവ് എന്തിനും സൂക്ഷിക്കുന്നുണ്ട്. നമ്മളെല്ലാം പുറത്തുള്ള ജനങ്ങളെയും ദൈവം പലരെയും കരുതുന്നുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. നമ്മൾ എല്ലാവരും മതത്തിൽ വിശ്വസിക്കുന്നവർ. ഒരർത്ഥത്തിലല്ലെങ്കിൽ വേറെ ഒരർത്ഥത്തിൽ നമ്മൾ ഒരു മതത്തിൻ്റെ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ്. ചിലപ്പോൾ ക്രിസ്ത്യാനിയായിരിക്കാം, ഹിന്ദു ആയിരിക്കാം, മുസൽമാനായിരിക്കാം, ബുദ്ധനായിരിക്കാം, ജൈന മതക്കാരനായിരിക്കാം, യുക്തിവാദിയായിരിക്കാം. എല്ലാവരും പല പല വിശ്വാസങ്ങളിലുള്ളവരാണ്. ഇവരെല്ലാവരും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിന്ന് പൊളിച്ച് ബൈബിളിനകത്ത് ഉള്ള വിഷയം മാത്രം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ബാക്കി ഒന്നിലും തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ ഓർക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേർ വിശ്വാസ ജീവിതത്തിലും മറ്റ് മതവിഭാഗങ്ങളിലുമൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്നത് പോലെ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ സ്വർഗരാജ്യത്തിൽ പോവുകയും ഈ ഭൂമിയിൽ നല്ലത് ചെയ്ത് നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ പോകും. തിന്മ ചെയ്ത് തെറ്റായി ജീവിച്ച് ഈ ലോകത്തിനകത്ത് മറ്റുള്ളവർക്ക് ശല്യമായി ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ നരകത്തിൽ പോകും എന്ന് നമ്മൾ പഠിപ്പിക്കും. യഥാർത്ഥത്തിൽ അതൊരു മതത്തിൻ്റെ പഠനമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. സ്വർഗവും നരകവും നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടുത്തെ മനുഷ്യൻ്റെ നിയമങ്ങളെല്ലാം മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതുപോലെ സ്വർഗവും നരകവും മതങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് യേശുക്രിസ്തു എന്ന് പറഞ്ഞെന്നറിയാമോ? അത് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠകരണമായ അപ്പോസ്തലൻ തിരുവെഴുത്തിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: വിശ്വാസത്താലുള്ള നീതിയോ വിവരണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വെച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് കയറണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ കയറുമെന്നോ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ എന്നാണ്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്കറിയാൻ പറയാനും വേറെ വാക്കുകളില്ല. കാരണം വളരെ ശ്രേഷ്ഠകരമായ ഒരു അപ്പോസ്തലൻ, ജാതികൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യൂദയ്ക്ക് പകരം വന്ന സ്ഥാനക്കാരൻ. മറ്റ് ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്ത പ്രത്യേകതരമായ ഒരു താലന്ത്, ഒരു കഴിവ്, ഒരു ദൈവ കൃപ തൻ്റെ മേലുണ്ടായിരുന്നു. താൻ എഴുതിയ ലേഖനത്തിൽ, റോമർക്കെഴുതിയ ലേഖനം, തൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും മാത്രമല്ല ദൈവം കൊടുത്ത അറിവിലും കൂടെയാണ് താൻ എഴുതിയിരിക്കുന്നത്. അതിൽ 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇംഗ്ലീഷ് വേർഡിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, KJV വെർഷനിൽ വായിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. ന്യായപ്രമാണം താനുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാ ജീവിക്കുന്നു, മോശം എഴുതിക്കുന്നല്ലോ എന്ന് തുടങ്ങിയിട്ട് 6-ാമത്തെ വാക്യം കഴിഞ്ഞ് 7-ാം വാക്യം വരുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിക്കുന്ന ഓർ ഹൂ ഷാൾ ഡിസെൻഡഡ് ഇൻ ടു ദ ഡീപ്പ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. ബ്രാക്കറ്റിനകത്താണ് ബാക്കി നമ്മൾ മലയാളത്തിൽ വായിച്ച വാക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ എഴുതിക്കുന്ന വേർഡ് ഹൂ ഷാൾ ഡിസെൻഡഡ് ഇൻ ദ ഡീപ്പ്. 7-ാം വാക്യത്തിൽ ആർ പാതാളത്തിൽ ഇറങ്ങും എന്നും 6-ാം വാക്യത്തിൽ ആർ സ്വർഗത്തിൽ കയറുമെന്നും ബ്രാക്കറ്റ് ഇല്ലാതെ കൊടുത്തിരിക്കുക. നമ്മളൊരു വേർഡ് പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ കൊടുക്കുന്നെങ്കിൽ അത്
പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേർഡായിരിക്കും, അല്ലെങ്കിൽ അത് സീക്രട്ടായിട്ടൊരു വേർഡായിരിക്കും. ഇന്ന് പല മതവിഭാഗങ്ങളുടെ കൺവെൻഷൻ മീറ്റിങ്ങുകളിലെല്ലാം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകളാണ്, സ്വർഗത്തിൽ പോകാനുള്ള മീറ്റിങ്ങുകളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ഒരിക്കലും സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോയി ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പലരും പറയുന്നു സ്വർഗത്തിലേക്ക് പോകാൻ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, കർത്താവ് വരും നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകും. പിന്നെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്താൽ പാതാളത്തിലേക്ക് പോകും, നരകത്തിലേക്ക് പോകുമെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി നിന്ന് ഒറിജിനാലിറ്റിയിൽ നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും പാതാളത്തെക്കുറിച്ച് ചിന്തിക്കരുത്, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ എന്ത് ചിന്തിക്കണം? 8-ാം വാക്യത്തിൽ പറയുന്നു, വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലിരിപ്പുണ്ട്, നിങ്ങളുടെ വായിലിരിപ്പുണ്ട്. ഈ വചനം എന്ന് പറയുന്നത് ബൈബിളിലെ കാണാതെ പഠിക്കുന്ന ഈ കിടക്കുന്ന ഇത്രയും വാക്കുകളല്ല, 66 പുസ്തകങ്ങളുള്ള വാക്കുകളല്ല. വചനം എന്ന് പറഞ്ഞാൽ ജീസസിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പേരാണ്. തത്വത്തിലിരിക്കുന്ന ഏകസത്യദൈവമായ തൻ്റെ പുത്രൻ്റെ പേരാണ് വചനം. ആ വചനത്തിന് ക്രിയേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. നമ്മൾ തിരുവെഴുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 3-4 പറയുന്നുണ്ട്, അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. കൊലോസ്യ ലേഖനം പറയുന്നു 1-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കിട്ടിത്തരാം. യോഹന്നാനിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 2-ാം വാക്യം, 3-ാം വാക്യം, 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. രണ്ടാമത് വീണ്ടും പറയുന്നു, എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ കാണുന്ന ലോകം ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ദൈവത്തിൻ്റെ വചനം വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇതെല്ലാം ക്രിയേഷനാണ്. വചനത്തിന് ക്രിയേറ്റിംഗ് പവറുണ്ട്, വേർഡിന് ക്രിയേറ്റിംഗ് പവറുണ്ട്, വേർഡ് ഓഫ് ഗോഡിന് ക്രിയേറ്റിംഗ് പവറുണ്ട്. ഈ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. എങ്ങനെ ജീവനെ മനുഷ്യൻ്റെ വെളിച്ചമെന്നറിയാവോ? നമ്മുടെ ഉള്ളിൽ വചനം ഇരിപ്പുണ്ടെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മളിത് നാക്കുകൊണ്ട് പറയുമ്പോൾ ആ വചനത്തിന് പ്രാധാന്യമുണ്ടാകും. ഉദാഹരണത്തിന്, ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മന്ത്രി, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കട്ടെ, താങ്കൾ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ആർക്കും കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ തൻ്റെ വാമൊഴിയായിട്ട് വരുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആകുകയാണ്. മറ്റ് 10 പേർ അത് കേൾക്കുകയും, അല്ലെങ്കിൽ 2 പേർ അത് കേൾക്കുകയും, അല്ലെങ്കിൽ ഒരാളത് കേൾക്കുകയും അതൊരു റിട്ടൺ ഫോമിലേക്ക് തിരികെ വരികയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കൽപ്പന എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന എല്ലാ വാക്കുകൾക്കും ലൈഫുണ്ട്. സകലതിനെ ഉണ്ടാക്കാൻ, ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ലൈഫ് നമ്മൾ നോക്കിയാൽ അറിയാം. കർത്താവ് ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്നു, കാഴ്ച പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാഴ്ച പ്രാപിച്ചു, വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ വിട്ടുമാറി, അങ്ങനെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യമായി. ഇങ്ങനെ ഇരിക്കുന്ന ലൈഫിൻ്റെ അതോറിറ്റി ഹൃദയത്തിൽ നിന്ന് വായിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടിരിക്കുന്ന സർവശക്തനായ കർത്താവ് നമ്മുടെ ഉള്ളിലിരിപ്പുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ആ ഉള്ളിലിരിക്കുന്ന കർത്താവിനെ കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം, സംസാരിക്കുന്ന കണ്ടൻറ്റ് സൂക്ഷിക്കണം. ഇല്ല എങ്കിൽ അതിന് ക്രിയേറ്റ് ചെയ്യാൻ പവറുണ്ട്. ഈ വിത്ത് പോലെ നമ്മളെവിടെയെങ്കിലും ഇട്ടിട്ട് പോകും, പക്ഷേ അത് കിളിർത്ത് വരുമ്പോഴറിയുന്നത് ആരിട്ടിട്ട് പോയ വിത്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളെപ്പോഴോ ചവച്ച് തുപ്പിയിട്ട വിത്തായിരിക്കും അത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയാം. ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഭൂരിഭാഗം ഇപ്പോൾ കണ്ടുവരുന്നത് എല്ലാവർക്കും സ്വർഗത്തിൽ പോയാൽ മതി, എല്ലാവർക്കും ഭൂമി നരകം ആർക്കും ഇഷ്ടമല്ല, പാതാളം ആർക്കും ഇഷ്ടമല്ല, കേൾക്കാൻ പോലും. ഞാൻ സത്യം പറയട്ടെ, പാതാളം നരകമൊക്കെ
കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഈ ലൈവുകളുടെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അങ്ങനൊരു സംഭവം ഇല്ല. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ അതൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ലൈഫ് ഉള്ള നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന വേർഡിനെ, അല്ലെങ്കിൽ ആ വേർഡ് ഓഫ് ലൈഫിനെ നിങ്ങൾ ക്യാരി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിൽ ജീവൻ്റെ വചസ്സുണ്ട്. നമുക്കറിയാം, ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ ഓക്സിജൻ സിലിണ്ടർ കൊടുത്ത് കിടത്തിയിരിക്കുന്നതാണ്. ഓക്സിജൻ സിലിണ്ടർ കാരണം ഓക്സിജൻ്റെ പമ്പിങ് തൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ബ്ലഡിൽ ജീവൻ്റെ അംശം ഉള്ളതുകൊണ്ട് ബ്ലഡിൻ്റെ വൈറ്റ് സെല്ലും റെഡ് ബ്ലഡ് സെല്ലും എല്ലാം ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും. വെയിൻസിൽ കൂടെ, ആർട്ടറി കൂടെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. ആ ഒരു പ്രഷർ കൊടുക്കാനാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. അപ്പോൾ അതേപോലെ ലൈഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, കാറ്റ് തനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പമ്പ് ചെയ്യാൻ, നിങ്ങളെ ചാർജ് ചെയ്യാൻ, നിങ്ങളെ കൊണ്ടുപോകാൻ, നിങ്ങളെ ഇഷ്ടമുള്ള ഡയറക്ഷൻ കൊണ്ടുപോകാൻ ആത്മാവിന് കഴിയുമെന്ന്. നമ്മുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ലോകത്തിൽ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഭയപ്പെടുന്നവരാണ്. നാളെ സുനാമി വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും അലേർട്ട, വാർത്ത മൊത്തം സുനാമി വരുന്നു. കടലിലേക്ക് ക്യാമറയും ഫോക്കസ് ചെയ്ത് കുറേ ചാനലുകൾ, അത് വിശ്വസിക്കാൻ കുറേ മണ്ടന്മാർ. അത് കഴിയുമ്പോൾ പിന്നെ പറയും മഴ വരാൻ പോകുന്നു, അല്ലെങ്കിൽ വേനൽ. ഈ ഇടയ്ക്ക് ഞാൻ അവരുടെ ഫേസ്ബുക്കിനകത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ പറയുകയാണ്, ഒരു പാസ്റ്ററാണ് പുള്ളി, ചാത്തന്നൂരിവിടെ ഉള്ളതാണ്. പുള്ളി ചാത്തന്നൂരാണോ പെരുമ്പരിതൂരാണോ അവിടെയാണ്, ഞാൻ എൻ്റെ ഫേസ്ബുക്കിലുണ്ട് പുള്ളി എടുത്ത്. പുള്ളി അതിനകത്ത് ഹൗസ് ഓഫ് എന്തോ ടാബർനാക്കിളോ അങ്ങനെ എന്താണ് ഇട്ടിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് എന്തോ ആണ് ഇട്ടിരിക്കുന്നത്. ഞാനിതിനൊന്നും അധികം വില കൊടുക്കാൻ പോകത്തില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയപ്പെട്ടോണ്ട് ഞാൻ പറയാം. പുള്ളി പറയുകയാണ്, പുള്ളി രാത്രി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഒരു വാഴ, പുള്ളിയെക്കുറിച്ചാണ് പറഞ്ഞത്, ഒരു വാഴ അങ്ങനെ നിൽക്കുവാണ്. ആ വാഴ പെട്ടെന്ന് തീയില്ലാത്തതുപോലെ വെന്തുപോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയെല്ലാം പഴുത്ത് അത് ചീത്തയായിപ്പോയി. പുള്ളി ദൈവത്തിൻ്റെ ആത്മാവിനോട് 2-3 പ്രാവശ്യം കേട്ട് പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ദിവസം മൊത്തം ആഹാരം കഴിക്കാതെ ഇത് തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പുള്ളിക്ക് ഇതിനർത്ഥം മനസ്സിലാവാൻ വേണ്ടി കരഞ്ഞു, കുറേ നേരം കരഞ്ഞു, ആഹാരമൊന്നും ഇല്ലാതെ പട്ടിണി കിടന്ന് കരഞ്ഞു. പക്ഷേ ദൈവം വൈകിട്ടായപ്പോൾ തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഇത് ദേശത്ത് വരാൻ പോകുന്ന വലിയ ക്ഷാമമാണ്. കാരണം ഇത്രയും വലിയ വേനൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ചൂടാണ്, അതുകൊണ്ട് ഇത്ര ക്ഷാമം വരാൻ പോകുന്നു ദൈവം പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച തൊട്ട് മഴ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇവന്മാരൊക്കെ എന്ത് കാണിക്കാനാണ് ഈ കർത്താവിൻ്റെ പേരിൽ ജീവിക്കുന്നത് എനിക്കറിയാം. തങ്ങൾക്ക് പ്രശസ്തനാവാൻ ദൈവം പറഞ്ഞുവെന്നും തങ്ങൾക്ക് പ്രശസ്തനാവാൻ വേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി ദൈവാത്മാവ് പറയുന്നതെന്നൊക്കെ പറയുന്ന കള്ളന്മാരുള്ള സ്ഥലമാണ്. ദുഷ്ടന്മാർ, മായാവികൾ, വഞ്ചകന്മാർ, ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അതിനിടയിൽ കമൻറ്റ് വായിക്കണം, ആമേൻ അങ്ങനെ സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ദേശത്തൊരു ക്ഷാമം വന്നാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഞാനാണ്. കർത്താവ് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കർത്താവ് എങ്ങനെയാവും നീക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ. ദേശത്ത് ക്ഷാമം വരാൻ പോകുന്നു, ആമേൻ. ദുഷ്ടന്മാരെ അങ്ങനെ പതിരുപോലെ നശിപ്പിക്കും, ദൈവത്തെ വിശ്വസിക്കാത്തവരെ നശിപ്പിക്കും. എന്ത് ഹൃദയമാണ് നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹമുണ്ടോ? മനുഷ്യരോട് സ്നേഹമുണ്ടോ? ക്രിസ്തുവകത്ത് വന്നു കഴിഞ്ഞാൽ മനുഷ്യനോട് സ്നേഹം ആദ്യം ഉണ്ടാകും. ദൈവം സൃഷ്ടിച്ച സകല ചരാചരങ്ങളോടും നമുക്ക് സ്നേഹം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് പുള്ളിയെക്കുറിച്ചാണ് കാണിച്ചതായിരിക്കും. വാഴ എന്ന് പറയുന്ന പുള്ളിയെക്കുറിച്ചായിരിക്കും. കാരണം പിന്നെ പെട്ടെന്ന് മഴ പെയ്തല്ലോ അടുത്ത ആഴ്ച, പിന്നെ ഇങ്ങനെ പുള്ളിയുടെ ക്ഷാമം വരും. പുള്ളിയെക്കുറിച്ച് കാണിച്ചത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വാഴയായി പോകുന്നവർ, മരവാഴ. ഞാൻ ആരെയും കളിയാക്കാൻ പറഞ്ഞതല്ല. ക്രിസ്തുവിൻ്റെ പേരിൽ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥ സത്യം ഇവർ പറഞ്ഞു കൊടുക്കത്തില്ല. പറഞ്ഞു കൊടുത്താൽ ഇവരുടെ വരുമാനം നിന്നു പോകും. നിങ്ങൾക്കറിയാമോ, ഈ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് ഭീതിപ്പെടുത്തുന്ന ഒരു ജനമാണ്
യഥാർത്ഥത്തിൽ ഇന്ന് ക്രിസ്തീയത്തിനകത്തും പുറത്തുമൊക്കെ ഉള്ളു. അവർ സ്വയാശ്രയത്തിൽ ജീവിക്കുന്നവരെന്നെങ്കിലും പറയാം പുറത്തുള്ളവർ. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് അഹങ്കാരം കാണിക്കുന്നവർ, അവർ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്, അവരും ഭയത്തിലാണ് ജീവിക്കുന്നത്. വെറും ഭയമാണ്. യേശുക്രിസ്തു വരുമ്പോൾ നിങ്ങളെ ചേർക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ബെഡായി അടിപ്പിച്ച് കുറേ നാം പൈസ ഉണ്ടാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, ഇല്ല എങ്കിൽ ദൈവം നമ്മളെ ചേർക്കത്തില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറേ അമ്മമാർ ഇങ്ങനെ പോകുന്നു. കാരണം ഭയമാണ് മനുഷ്യൻ. ഭയം, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശരീരത്തിനകത്ത് ഭയത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BP കൂടും, നിങ്ങൾ പെട്ടെന്ന് വയസ്സാകും, പെട്ടെന്ന് നിങ്ങളുടെ മുടി നരയ്ക്കും, നിങ്ങളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് അമിതമായ ഉത്കണ്ഠകൾ തുടങ്ങും, നിങ്ങൾക്ക് ഉറക്കം കാണത്തില്ല. ദൈവം തന്ന പ്രോഡക്റ്റാണോ അത്? ഒരിക്കലുമല്ല. മോസസ് ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പാഠമാവാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ചില ഉപമകളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. സോറി. ഈ മോസസ് ഉണ്ടല്ലോ, മോസസ് ഈ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവ് ആദ്യം കൊടുത്ത 10 കൽപ്പനകൾ, 613 ഉപസംഹ കൽപ്പനകളുമുണ്ട്. അതിൽ 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് കൂല ചെയ്യരുതെന്ന് പറഞ്ഞൊരു കൽപ്പന. ഈ കൽപ്പന കൊടുത്തത് ദൈവമാണ്. പക്ഷേ ഈ മോസസ് താഴെ ഇറങ്ങി വന്നപ്പോൾ വിഗ്രഹത്തെ ഉണ്ടാക്കി ഇവർ ആരാധിക്കുന്നതൊക്കെ കണ്ടിട്ട് കർക്കശനായ ദൈവത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി മോസസ് പറഞ്ഞു, എൻ്റെ ഭാഗത്തുള്ളവൻ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തുള്ളവൻ, പേരെന്താ, ദൈവത്തിൻ്റെ ഭാഗത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ദൈവം അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല. അപ്പോൾ മോസസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ഭാഗത്തുള്ളവൻ മാറി നിൽക്കട്ടെ, എൻ്റെ അരികിൽ വന്ന് മാറി നിൽക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ മോസസ് പറയുകയാണ്, എൻ്റെ ഭാഗത്തുള്ളവൻ വന്ന് മാറി നിൽക്കട്ടെ. അപ്പോൾ ലേവ്യരുടെ കുടുംബം വന്ന് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലേവ്യരെ വന്ന് മാറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വാളെടുത്തിട്ട് പറഞ്ഞ് ലേവ്യരോട് പറഞ്ഞ് എല്ലാവരും വെട്ടിക്കൊല്ലാൻ. ദൈവം കൊടുത്ത പ്രശ്നം എന്താ? ദൈവം കൊടുത്ത കൽപ്പന എന്താ? കൊല ചെയ്യരുത്. ആദ്യം നടന്ന സംഭവം എന്താ? പുള്ളി ദേഷ്യം കൊണ്ട് അതിനെ പൊട്ടിച്ചു. ന്യായപ്രമാണമായ സഫയർ സ്റ്റോണിൽ എഴുതിയ അവർക്ക് കൊടുക്കാൻ പോയ അവരുടെ കൾച്ചർ ഈ കൾച്ചറിലേക്ക് മാറണമെന്ന് ദൈവം കൊടുത്ത ആദ്യത്തെ കൽപ്പന തന്നെ പുള്ളി പൊട്ടിച്ചു. പൊട്ടിച്ചതിന് ശേഷം രണ്ടാമത് പുള്ളി പറഞ്ഞത്, മോശ പറഞ്ഞത്, നിങ്ങൾ വെട്ടിക്കൊല്ലാനാണ് പറഞ്ഞത് തമ്മിത്തന്നെ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കൊണ്ടുവന്ന സ്നേഹത്തിൻ്റെ പ്രമാണം അവർക്ക് ഒരു പ്രമാണം പൊട്ടിയതുപോലെയായി അവർക്ക് മരണം സംഭവിച്ചത്. കൊലപാതകമാണ് മോശ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു യഹോവയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു, ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇന്ന് ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഫിയറാണ്. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ദൈവം ഇറങ്ങി വന്നപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങളോടൊന്നും സംസാരിക്കരുത്, ഞങ്ങൾക്ക് ഭയമാണ്. ആരാ ഭയം ഉണ്ടാക്കി വെച്ചത്? അത്രയും ദിവസം മന്ന കൊടുത്ത്, അത്രയും ദിവസം അവരുടെ യുദ്ധത്തിൽ അവരെ യുദ്ധം ജയിപ്പിക്കാതെ തന്നെ ജയിപ്പിച്ച്, അത്രയും ദിവസം ഫറവോൻ്റെ അടുക്കൽ നിന്നൊക്കെ രക്ഷിച്ച്, അവരുടെ യാത്രയിൽ കാല് വിണ്ടുകീറാതെ മണലിനകത്ത് പൊള്ളാതെ സകലത്തിൽ രക്ഷിച്ചൊക്കെ കൊണ്ടുവന്ന ദൈവം അവർക്ക് ആ ശബ്ദം കേൾക്കുന്നതേ അലർജിയായി. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ പെന്തക്കോസുകാരെന്നും ക്രിസ്ത്യാനികളെന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ കർത്താവ് വന്നാൽ കർത്താവിന് പോലും പരിചയമില്ലാത്ത പല കാര്യങ്ങളുമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ സെൻസിലല്ല, അവർ പറയുന്ന സെൻസിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയമെന്ന വികാരത്തെ അവർ മുതലെടുത്ത് ജീവിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നീ ഇത് കൊടുത്തില്ല എങ്കിൽ നിൻ്റെ വീട്ടിനകത്ത് അനർത്ഥം കയറി വരും. യേശു നിങ്ങളുടെ അടുക്കൽ വന്ന് 1 രൂപയെങ്കിലും ചോദിച്ചു. ക്രിസ്തു വന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും ആഹാരം തരുന്നു, വസ്ത്രം തരുന്നു, ആരോഗ്യം തരുന്നു, എല്ലാം തരുന്നു, മക്കളെ തരുന്നു, നിങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കുന്നു, എല്ലാം ചെയ്യുന്നു. കർത്താവ് 1 രൂപയെങ്കിലും ചോദിച്ചു? നിസ്സാരം വേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള ഓക്സിജൻ നിങ്ങൾക്ക് ദിവസവും തരുന്നു, വെളിച്ചം തരുന്നു, ദൈവം വല്ലതും ചോദിച്ചു? ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കുറച്ച് നേരം വെളിച്ചിട്ട് അതിന് പണം കൊടുക്കണം, വെള്ളം നിന്നാൽ അതിന് പണം കൊടുക്കണം,
ഓക്സിജൻ സിലിണ്ടർ കാറ്റ് കൊടുത്താൽ അതിന് പണം കൊടുക്കണം. നിസ്സാരം വണ്ടിയിൽ എയറടിക്കാൻ പോയാൽ അതിനും പൈസ കൊടുക്കണം. ദൈവം നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇവർ ചോദിക്കും. കാരണം ഇവർ ചോദിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നതിനേക്കാളുപരി, ഞാൻ പറയുമ്പോൾ ഒരുപാട് എതിർപ്പ് വരും, ദൈവത്തിൻ്റെ രാജ്യത്തിന് കൊടുക്കുന്നതിനേക്കാളെതിരെ അതിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിന് അപ്പുറമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ വഴിയിലൊരുത്തനെ ഉടുപ്പില്ലാതെ നഗ്നനായി കണ്ടാൽ നീ അടുത്ത കടയിൽ നിൻ്റെ കാശുണ്ടെങ്കിൽ പോയി കാറുണ്ടെങ്കിൽ കാറ് നിർത്തുക, നടന്നു പോവുകയാണെങ്കിൽ നടന്നു നിൽക്കുക, എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിലേക്ക് അവൻ ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കണം. ആരും അറിയാതെ മിണ്ടാതെ പോകണം. പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങരുത്. കാരണം അകത്തിരുന്ന് ക്രിസ്തു നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ദൈവം ഇടപെടണമെങ്കിൽ നിങ്ങൾ ആരുടെയും ജീവിതത്തിൽ പ്രശ്നത്തിൽ ഇടപെടണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനിതൊന്നും പറയാനില്ല, പെട്ടെന്ന് പറഞ്ഞു വിടുക. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ് സമ്പന്നരാകുന്നത്. ഉദാഹരണത്തിന് ഈ സൊമാറ്റോ ഇങ്ങനെയൊക്കെയുള്ള ഫുഡിൻ്റെ ആൾക്കാരുണ്ട്, ആഹാരം വീട്ടിലെത്തിച്ചു കൊടുക്കുക. അവരുടെ ജോലി എന്താ? അവരുടെ ജോലി വേറൊരു സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് വേറെ ആവശ്യക്കാരുടെ അടുക്കൽ എത്തിക്കുക, വിശക്കുന്നവൻ്റെ കൈ കൊണ്ടെത്തിക്കുക. അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്ത് ഈസ് എ ബില്യനെയർ. ഈ പ്രപഞ്ചത്തിനകത്ത് മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ ബ്ലസ് ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ 5 അപ്പം 5000 പേർക്ക് കൊടുത്തത് പുരുഷന്മാർക്കും ബാക്കി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുത്ത കഥ നമുക്കറിയാം. അതൊരു പാഠമുണ്ട്, അറിയാമോ? ഈ ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന്. അത് അവന് കഴിക്കാൻ കൊണ്ടുവന്നതാണ്. അവൻ ഇത്രയും പേർക്ക് സെർവ് ചെയ്യാനുള്ള അവൻ്റെ മനസ്സ് നിങ്ങളൊന്ന് നോക്കുക. ആ മനസ്സാണ് വർദ്ധിച്ചത്, അല്ലാതെ കർത്താവിൻ്റെ കൈയല്ല വർദ്ധിപ്പിച്ചത്. കർത്താവിൻ്റെ കൈ അനുഗ്രഹിച്ചു, എടുത്ത് വാഴ്ത്തി, പക്ഷെ അവൻ്റെ മനസ്സാണ് എടുത്ത് വാഴ്ത്തിയത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മയുള്ളവരാകണം, മറ്റുള്ളവർക്ക് ബ്ലെസ്ഡ് ആകണം, മറ്റുള്ളവർക്ക് വേണ്ടി ലൈഫ് കൊടുക്കാൻ തയ്യാറാകണം. അപ്പോൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ബ്ലെസ്ഡ് ആകും. ഈ ചില ആൾക്കാർ പറയാറില്ല, ഞാൻ പലരും ആൾക്കാരുടെ നിന്ന് കേട്ടിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാനിതൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് ചെയ്താന്ന് എന്നിങ്ങനെ പറയാറുണ്ട്. തിരുവനന്തപുരത്ത് അങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തതല്ല, നിങ്ങളുടെ അപ്പൻ്റെ അപ്പനും അമ്മയും അവരുടെ കുടുംബക്കാരും ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് റിപ്ലൈ അടിച്ചിങ്ങ് വരുന്നത്. ആളുകൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ഇതിൽ നിന്നൊക്കെ വിടുതൽ നിങ്ങൾ കിട്ടും. നിങ്ങൾ ഈ തലമുറയിൽ നല്ലത് ചെയ്താൽ നിങ്ങളുടെ അടുത്ത തലമുറകൾ ബ്ലസ്സാകും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലൊരു കമ്പി കഷ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻഡിൽ തട്ടിയാൽ മറ്റേ എൻഡിലല്ലേ അതിൻ്റെ പ്രകമ്പനത്തിൻ്റെ സൗണ്ട് വരുന്നത്? ആ വൈബ്രേഷൻ അങ്ങ് അറ്റം വരെ വരുമോ? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ അറ്റത്ത് വരുന്ന ഒരു കമ്പി കഷ്ണത്തിലാണെങ്കിൽ ജീവിതത്തിലും ഈ ഭാഗത്തടിച്ചാൽ ആ ഭാഗത്ത് നിങ്ങളുടെ തലമുറകളുടെ മേൽ ബ്ലെസ്സിങ് വരും. ഈ ഭാഗത്ത് ദോഷം ചെയ്താൽ അവിടെ ദോഷം വരും. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിക്കുന്നത്, തക്ക സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ഞാനിതെല്ലാം നമ്മുടെ ക്രൈസ്റ്റിൻ്റെ വെർഷനിൽ നിന്ന് ഞാൻ സംസാരിക്കുക. തിരുവെഴുത്തിനകത്ത് നിന്ന് ക്രൈസ്റ്റിൻ്റെ വെർഷൻ. ഭയമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ. ഭയം വന്നു കഴിഞ്ഞാൽ മനുഷ്യനല്ലാതാകും. ഭയത്തിന് ദണ്ഡനമുണ്ട് എന്നൊരു വാക്യമുണ്ട്. ഭയത്തിന് ദണ്ഡനമുണ്ട്. ഞാൻ ആ വാക്യം സ്ക്രീനിൽ കാണിക്കുന്നില്ല. 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിനകത്ത് 4:18 ഭയത്തിന് ദണ്ഡനമുണ്ട്. എന്താണ് ഭയത്തിന് ദണ്ഡനം? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്തായി കളയുന്നു, മലയാളം ബൈബിളിലാണ്. ഇതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിച്ചാൽ അറിയാം, ഭയത്തിനെ ദണ്ഡനമുണ്ട്. കാരണം സ്നേഹിക്കുമ്പോൾ ഭയം വരുന്നത് ഒരാളിൽ നമുക്കില്ലാത്ത വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഉദാഹരണം ഞാൻ എന്ത് പറയാനാ, ഒരാൾ പറയുകയാണ്, ഞാൻ വണ്ടിയിൽ നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ടൈമിൽ വരാം. അപ്പോൾ പുള്ളി നമ്മോട് പറഞ്ഞു, നമുക്ക് വിശ്വാസമില്ല, പുള്ളിയുടെ അനിയച്ചാരെ വിളിച്ചിട്ട് നമ്മൾ കേൾക്കണം, പുള്ളി വരുമോ? കാരണം പുള്ളിയെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് പുള്ളിയെ ട്രസ്റ്റ് ചെയ്യുന്നത്. വേറൊരാളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റ് പുള്ളിക്കാരനെ അൺട്രസ്റ്റ് ചെയ്യേണ്ടി വരും. പുള്ളിയെ വിശ്വസിക്കുമ്പോൾ മറ്റേ പുള്ളിയെ അവിശ്വസിക്കേണ്ടി വരും.
അങ്ങനെയാണ് ലോകം പറയുന്ന ശബ്ദത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവം പറയുന്ന ശബ്ദത്തെ അവിശ്വസിക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, വിശ്വസിക്കുന്നവരുടെ കൂടെയുണ്ട്. ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞത് നമ്മുടെ ഉള്ളിലായിരിക്കും. ലോകാവസാനത്തോളം. ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിളിനകത്ത് ആദഹവയുടെയൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര രസമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ആദഹവയെ ദൈവത്തെ തപ്പി അങ്ങ് പോയോ? ദൈവം അവരെ തേടി അവരിയ്ക്കുന്ന സ്ഥലത്താണ് വന്നത്. നിങ്ങളെ തേടി നിങ്ങളിരിക്കുന്ന ഏത് സാഹചര്യമാണോ, ഏത് പ്രശ്നമാണോ, ഏത് പ്രതികൂലമാണോ, രോഗമാണോ, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമെന്നല്ല, നിങ്ങളുടെ അകത്തിരുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കും. നിങ്ങൾ കർത്താവിനെ ബിലീവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ദൈവിക കുടുംബത്തിലാണെന്നും ദൈവം എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് സംസാരിക്കുന്നുവെന്നും വിശ്വസിക്കാൻ തുടങ്ങിയാൽ അടുത്ത നിമിഷം മുതൽ ദൈവത്തിൻ്റെ ആ ഒരു ബീജം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളിൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. അതിനൊരു പാർശ്വമൊന്നും പ്രാർത്ഥിക്കേണ്ട, ഒരു പള്ളിയിൽ പോകണ്ട. നീ ഇരിക്കുന്ന ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിലിരുന്ന്, ദൈവമേ എൻ്റെ ഉള്ളിൽ അങ്ങ് മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ജീവിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ ധൈര്യപ്പെടുത്തുകയും സംസാരിക്കുകയും ചെയ്തിട്ടും ഞാൻ അങ്ങേ അറിഞ്ഞില്ല. എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ വായിലും ഇരിക്കുന്നു. വായിലിരിക്കുന്ന എന്താ? സ്റ്റേറ്റ്മെൻറ്റായിട്ട് പുറത്തു വരിക. നിങ്ങളങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, വിട്ടുപോകാൻ പറയാനുള്ള കാര്യങ്ങളെ വിട്ടുപോകണം സ്ഥിരമായി പറഞ്ഞു നോക്കിക്കേ, അത് നിങ്ങളെ വിട്ടുപോയിരിക്കും. എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം വിട്ടുപോകട്ടെ, എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് അല്ലെങ്കിൽ കൽപ്പിക്കുന്നതിനേക്കാൾ എൻ്റെ വീട്ടിൽ ദൈവിക സമ്പന്നത കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാവോ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ജീവിക്കാനും. അപ്പോൾ ഈ ഭയമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത് ഭയമാണ്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു അപ്പൻ രാവിലെ 2 കുഞ്ഞുങ്ങളെ വീട്ടിൽ ഭയങ്കരമായിട്ട് ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്തൊരു അപ്പനാണ്. അപ്പോൾ അപ്പൻ ജോലിക്ക് പോയി വൈകിട്ട് വന്നപ്പോൾ അതിലൊരു കുഞ്ഞ് അപ്പൻ്റെ മൊബൈൽ ഫോൺ, വീട്ടിലൊരു മൊബൈൽ ഫോണുണ്ട്, അത് തറയിലിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അപ്പം വന്നാൽ അടിക്കും എന്ന് പറഞ്ഞ് ഇവൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പം വന്നു മറ്റു മകൻ ഓടി വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു. അപ്പൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്നൊക്കെ നോക്കി. മറ്റവനെ കാണാനില്ല, അവൻ കട്ടനടി ഒളിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു, വീണ്ടും ആ കുഞ്ഞിനെ വിളിക്കുകയാണ്. പക്ഷേ ആ കുഞ്ഞ് വരുന്നില്ല. കാരണം പേടിയാണ്, ഭയമാണ്. എന്താണ് ഭയം? അപ്പൻ എന്നെ ശരിയാക്കി. ഭയം വന്ന ആർക്കാ? അപ്പനല്ല, മകനാ വന്നത്. അപ്പോൾ അപ്പൻ്റെ അടുത്ത് മൂത്ത പയ്യൻ പറഞ്ഞു, അപ്പോൾ ഇതേപോലെ ഇന്ന കാര്യം അവൻ പൊട്ടിച്ചു, അതുകൊണ്ട് പേടിച്ചിരിക്കുക. അപ്പം ചെന്നവനെ എടുത്തിട്ട് പറഞ്ഞു, സാരമില്ല, അത് പൊട്ടിയാൽ വേറെ നമുക്ക് മേടിക്കാം, പക്ഷെ നിന്നെ എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല. ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ആ കുഞ്ഞിനുണ്ടായിരുന്ന ഭയത്തെ സ്നേഹം വിഴുങ്ങിക്കളഞ്ഞു. ആ കുഞ്ഞിന് ദൈവത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കാൻ പറ്റാത്ത പൊസിഷനെ ഭയമാണ് പൊസിഷനാക്കിയത്. ആ ഭയമാണ് തന്നെ മടിയിലിരുത്താൻ പറ്റാതെ, സ്നേഹിക്കാൻ പറ്റാതെ അവൻ്റെ ഹൃദയത്തെ വിഴുങ്ങിക്കളഞ്ഞത്. ഇങ്ങനത്തെ സകല രോഗങ്ങളുടെയും കാരണം ഭയമാണ്. ഒരു ഡോക്ടർ ഒരു ആളോട് നീ ഇന്ന അസുഖക്കാരനെന്ന് പറയുന്ന നിമിഷം മുതൽ അവൻ മരിച്ചു തുടങ്ങിയാണ്. അതുവരെ അവന് ഹാപ്പി ആയിരിക്കും, അത് കഴിയുമ്പോൾ മരിച്ചു തുടങ്ങും. കാരണം ഭയമാണ് മനുഷ്യൻ. അപ്പൻ ചേർത്ത് പിടിച്ച് മകനോട് പറയുകയാണ്, സാരമില്ല, അവൻ പുതിയത് വാങ്ങിക്കാം, പക്ഷേ നിന്നെ എനിക്ക് പുതിയത് വാങ്ങാൻ പറ്റത്തില്ല, കാരണം നീ എനിക്ക് യൂണിക്കാണ്, ഒറ്റ പീസേ ഉള്ളൂ. ദൈവത്തിന് വേണമെങ്കിൽ 10,000 കണക്കിന്, ആയിരക്കണക്കിന് ആൾക്കാരെ വീണ്ടും നമ്മളെ രൂപത്തിലും സ്വഭാവത്തിലൊക്കെ ശ്രദ്ധിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് യു ആർ യൂണിക്. നിനക്ക് സൗന്ദര്യമില്ലായിരിക്കാം, വാക്ചാതുര്യമില്ലായിരിക്കാം, കാണാൻ അഴകില്ലായിരിക്കാം, അതിനേക്കാളുപരി ചിലപ്പോൾ നിനക്ക് സമ്പത്തില്ലായിരിക്കും, പഠിത്തമില്ലായിരിക്കും, കഴിവില്ലായിരിക്കും, നഷ്ടമായിരിക്കും ജീവിതം മൊത്തം. പക്ഷേ യു ആർ യൂണിക്. നീ ഒരൊറ്റ യൂണിക്കാണ്. ദൈവം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും ഭൂമിയിൽ കൊണ്ടുപോകാനൊന്നും അല്ല വന്നത്. ഈ പ്രപഞ്ചത്തിനകത്ത് ദൈവത്തിനോട് ചേർന്ന്
തൊട്ടുരുമിയിരുന്ന് മുത്തം കൊടുത്ത് ലൈഫ് എൻജോയ് ചെയ്ത് ഈ ഒരൊറ്റ ആയുസ് ജീവിച്ചു തീർക്കാനാണ് ദൈവം വിളിച്ചത്. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകാനാണെങ്കിൽ ദൈവത്തിന് സ്വർഗത്തിൽ സൃഷ്ടിച്ചാൽ പോരാ നമ്മളെ? എന്തിനാണ് ഈ ഭൂമി കൊണ്ടിട്ടത്? ഈ ഭൂമിക്കകത്ത് ഇട്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടാണ് ദൈവം കൊണ്ടുപോകുന്നത്. പരീക്ഷ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഈ ഒറ്റ ആയുസേ ഉള്ളൂ. ആയുസിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടം, കഷ്ടം, പ്രശ്നം, പ്രയാസങ്ങളൊക്കെ വരാം. തിരഞ്ഞെടുപ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ലൈഫിനകത്ത് വരാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയും ദൈവത്തെ തിരിച്ചറിയാത്ത മനുഷ്യരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ദൈവം നമ്മളെ മാറ്റിയെടുക്കുമ്പോൾ അവർ പറയും ദൈവം ജീവിക്കുന്നു നമ്മളിൽ. അങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ആയുസ് മൊത്തം ഇവിടെ ഇരിക്കുന്നത്. ചിലർ പറയും സിനിമാ നടന്മാർ, സെലിബ്രിറ്റീസ്, സാമ്പത്തികമുള്ളവർ, പ്രശസ്തർ, ഇവർക്കൊക്കെ ഭയങ്കര എൻജോയ് ആണ്. നോ എൻജോയബിൾ. അവിടെ ജീവിതത്തിൽ എവിടെയോ ഒരു പെയിൻ അവിടെ ഒളിഞ്ഞു കിടക്കും. അതിൻ്റെ കാരണം എന്നറിയാമോ? ഭയമാണ്. ദൈവവുമായിട്ട് അവരത് പ്രീതിപ്പെടുത്തുന്ന ദൈവത്തെ കാണാൻ വേണ്ടി പോകുന്നു, എല്ലാ ദൈവങ്ങളെയും കാണാൻ പോകുന്നു. പക്ഷെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം അവരവിടെയൊക്കെ തിരഞ്ഞ് ദൈവത്തെ പോകുമ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന ദൈവം പെയിനിലാണ്. കാരണം എന്നെ അവൻ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന്. നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. നിങ്ങളുടെ തകർച്ചയിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ കണ്ണുനീരിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ സന്തോഷത്തിലൊക്കെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് തിരിച്ചറിയുന്നവനാണ് മനുഷ്യനായി മാറുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ലൈവിലേക്ക് വരുവാൻ ദൈവം എന്നെ അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തുറന്നുള്ള നിമിഷങ്ങളിൽ എൻ്റെ ലൈവുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെയും സൗഖ്യമാക്കട്ടെ. നിങ്ങളെ ജീവനിലേക്ക് കടത്തി വിടട്ടെ. കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരട്ടെ. നിങ്ങൾക്ക് നഷ്ടമായത് മൊത്തം ദൈവത്തിൻ്റെ കൃപയാൽ തിരികെ വരട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ.